ഇന്ന് ഒക്ടോബർ 3 ARM കിഷ്കിന്ദ കാണ്ഡം ഹണ്ട് ലെവൽ ക്രോസ് വിരുന്ന് കില്ലേഴ്സ് ഗെയിം സിനിമകളുടെ OTT അപ്ഡേറ്റ്. ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. ഈ ആഴ്ചത്തെ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ് തലപതി വിജയ് നായകനായിക്കൊണ്ട് വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് മിക്സഡ് അഭിപ്രായങ്ങൾ നേടി 455 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ 350-400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ തമിഴ് സിനിമയാണ് ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമയുടെ 3 മണിക്കൂർ 1 മിനിറ്റ് ദൈർഘ്യമുള്ള തിയേറ്ററിക്കൽ കട്ട് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 3 മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ 5 ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ 3 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള എക്സ്റ്റൻഡഡ് കട്ട് ഒരാഴ്ചക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും എന്നാൽ സിനിമയുടെ സംവിധായകൻ വെങ്കട് പ്രഭു അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ VFX-നും പൂർത്തീകരിക്കാനുമായിട്ട് ഒരുപാട് വർക്ക് ആവശ്യമാണെന്നും സിനിമയുടെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിച്ച ശേഷം പിന്നീട് ഭാവിയിൽ സിനിമയുടെ എക്സ്റ്റൻഡഡ് കട്ട് OTT റിലീസ് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സിനിമയുടെ എക്സ്റ്റൻഡഡ് കട്ടിന്റെ OTT ഉടൻ തന്നെ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന മലയാളം സിനിമയാണ് ആനന്ദപുരം ഡയറീസ്. മീന, ശ്രീകാന്ത്, മനോജ് കെ ജയൻ, റോഷൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഫാമിലി കേമസ് ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒക്ടോബർ 4 മനോരമ മാക്സിലൂടെയും സൺ NXറ്റിലൂടെയും മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ക്രൈം മിസ്റ്ററി ത്രില്ലർ പാൻ ഇന്ത്യൻ മറാത്തി സീരീസ് ആണ് മൻബാത്ത് മർഡേഴ്സ്. സീരീസ് ഇന്ന് രാത്രിയോടെ സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ആസിഫ് അലിയുടെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് ലെവൽ ക്രോസ്. ഒരു മാസം മുമ്പ് തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്നും സിനിമ ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്നും കൂടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയുടെ ഡയറക്ടറായ അർഫാസ് അയ്യൂബ് ഇൻസ്റ്റാഗ്രാമിലൂടെ നിരന്തരമായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ഉടൻ തന്നെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സിനിമയുടെ OTT റിലീസ് വരും ദിവസങ്ങളിൽ എപ്പം തന്നെ വേണമെങ്കിലും ഉണ്ടായേക്കാവുന്നതാണ്. ഒരു പക്ഷേ സിനിമ നാളെയും OTT റിലീസ് ചെയ്തേക്കാം. ഷൈജു കുറുപ്പ് നായകനാകുന്ന ജയ് മഹേന്ദ്രൻ എന്ന കോമഡി ഡ്രാമ മലയാളം സീരീസ് അടുത്ത ആഴ്ച ഒക്ടോബർ 11 സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി എന്നിങ്ങനെ 7 ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു മലയാളം സീരീസ് ആണ് റഹ്മാൻ നായകനാകുന്ന മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന 1000 ബേബീസ് എന്ന സീരീസ്. ഈ ഒക്ടോബർ പകുതിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. 1000 ബേബീസ് എന്ന മലയാളം സീരീസിന് ശേഷം അടുത്തായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്ന മലയാളം കണ്ടന്റ് ആയിരിക്കും കിഷ്കിന്ദ കാണ്ഡം. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും 70 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സിനിമയും ആയിട്ട് റെക്കോർഡുള്ള ഈ മിസ്റ്ററി ത്രില്ലർ സിനിമ തിയേറ്റർ റിലീസിന് ശേഷം 50 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 2-3 ആഴ്ച ആയിരിക്കും സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പാൻ ഇന്ത്യൻ ഭാഷയിൽ OTT റിലീസ് ചെയ്യുക. ടോവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം ARM എന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ 35 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന 90 കോടിക്കടുത്ത് കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച ആക്ഷൻ അഡ്വഞ്ചർ മലയാളം സിനിമ ഒക്ടോബർ അവസാനത്തോടു കൂടി OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിലവിൽ നെറ്റ്ഫ്ലിക്സും സോണി ലിവുമായിട്ട് സിനിമയുടെ OTT ബിസിനസ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആന്റണി വർഗീസും രാജ് പി ഷെട്ടിയും ഒക്കെ അഭിനയിക്കുന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട ആക്ഷൻ ക്രൈം ഡ്രാമ സിനിമയാണ് കോണ്ടൽ. സിനിമ ഒക്ടോബർ 10 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ഒരു മാസം മുന്നേ തിയേറ്ററിലേക്ക് എത്തിയ ബാബര നായികയാകുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ പരാജയപ്പെട്ട ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സസ്പെൻസ് ഹൊറർ ത്രില്ലർ മലയാളം സിനിമയാണ് ഹണ്ട്. സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമിലേക്ക് പോയി എന്നുള്ള റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ്. എന്നാൽ OTT റിലീസ് എന്നാണെന്നുള്ള റിപ്പോർട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നിലവിൽ ഒക്ടോബർ അവസാനത്തോടു കൂടി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് റൂമേഴ്സ് പുറത്തു വരുന്നത്. അടുത്തത് ഈ ആഴ്ചത്തെ പ്രധാന ഹോളിവുഡ് OTT റിലീസാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. $1320 മേലെ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടിയ മാർവലിന്റെ ഈ സൂപ്പർ ഹീറോ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ സിനിമ ഒക്ടോബർ 1 ആമസോൺ പ്രൈം, ആപ്പിൾ TV, ഐറ്റ്യൂൺസ്, ഗൂഗിൾ പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റ് ഡിജിറ്റൽ സ്ട്രീമിംഗ് സർവീസുകളിലൂടെയും സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഇന്ത്യയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ അവസാനത്തോടു കൂടി ഇന്ത്യൻ മൾട്ടി ലാംഗ്വേജസിൽ OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ട്. മലയാളം ഭാഷയിലും കൂടെ സിനിമയുടെ OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. കമൽ ഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ആക്ഷൻ വിജിലാൻഡ് സിനിമയാണ് ഇന്ത്യൻ 2. സിനിമയുടെ അടുത്ത ഭാഗമായ ഇന്ത്യൻ 3 ഡയറക്റ്റ് OTT റിലീസിനായിട്ട് പോകുന്നുവെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം ജനുവരിയിൽ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം സിനിമയുടെ ഡയറക്റ്റ് OTT റിലീസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ. ഒരേ സമയം മലയാളം, തമിഴ് ഭാഷകളിൽ ഷൂട്ട് ചെയ്ത് ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത അർജുൻ ഷാർജ നായകനാകുന്ന ആക്ഷൻ ഡ്രാമ സിനിമയാണ് വിരുന്ന്. സിനിമയുടെ തമിഴ് പതിപ്പ് വിരുന്ന് എന്ന പേരിൽ സിംപ്ലി സൗത്തിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒക്ടോബർ 4 തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ അടുത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ തമിഴ് സിനിമയാണ് മിൻമിനി. സിനിമ ഒക്ടോബർ 4 വൈകിട്ട് 6:30 ആസ്ട്രോ ബോക്സ് ഓഫീസ് മൂവീസ് തങ്കത്തിരൈ എന്ന മലേഷ്യൻ തമിഴ് TV ചാനലിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ശേഷം സിനിമ ആസ്ട്രോ OTTയിൽ മലേഷ്യയിൽ
ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. സെപ്റ്റംബർ 20 തിയേറ്ററിൽ റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സ്പോർട്സ് ഡ്രാമ തമിഴ് സിനിമയാണ് ലബ്ബർ പന്ത്. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ അവസാനത്തോടു കൂടി തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അനന്യ പാണ്ഡി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ബോളിവുഡ് ത്രില്ലർ ഡ്രാമ എക്സ്പെരിമെന്റൽ സിനിമയാണ് CTRL. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒക്ടോബർ 4 തീയതി തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അമർ പ്രേം കി പ്രേം കഹാനി എന്ന ഹിന്ദി റൊമാന്റിക് ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒക്ടോബർ 4 തീയതി ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കളേഴ്സ് ഓഫ് ലവ് എന്ന റൊമാന്റിക് ഡ്രാമ ഹിന്ദി സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തന്നെ ഒക്ടോബർ 4 തീയതി ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ZEE5ലൂടെ OTT റിലീസ് ചെയ്യുന്ന ഹിന്ദി സിനിമയാണ് ദ സിഗ്നേച്ചർ. ഈ ഫാമിലി ഡ്രാമ സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒക്ടോബർ 4 തീയതി ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കൂഗി എന്നൊരു ഹിന്ദി ഡ്രാമ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൈവേ ലവ് എന്ന ഹിന്ദി റൊമാന്റിക് സീരീസിന്റെ രണ്ടാമത്തെ സീസൺ നാളെ ഒക്ടോബർ 4 തീയതി ആമസോൺ MX പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നിവേദ തോമസ് അഭിനയിച്ചിട്ടുള്ള തെലുങ്ക് ഫാമിലി ഡ്രാമ സിനിമയാണ് 35. സിനിമ ഇന്നലെ ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഭലേ ഉന്നാദെ എന്ന തെലുങ്ക് കോമഡി റൊമാന്റിക് ഡ്രാമ സിനിമ ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നാളെ OTT റിലീസ് ചെയ്യുന്ന തെലുങ്ക് സിനിമയാണ് കലിംഗ. ഫാന്റസി ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പൗഡർ എന്നൊരു ഡാർക്ക് കോമഡി കന്നഡ സിനിമ നാളെ ഒക്ടോബർ 4 തീയതി ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് വിദേശ സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. ബേറ്റിസ്റ്റയും സോഫിയ ബോട്ടലയും ചേർന്ന് അഭിനയിക്കുന്ന സെപ്റ്റംബർ 13 തിയേറ്ററിൽ റിലീസ് ചെയ്ത് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ പരാജയപ്പെട്ട ആക്ഷൻ കോമഡി ഹോളിവുഡ് സിനിമയാണ് കില്ലേഴ്സ് ഗെയിം. സിനിമ നാളെ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സൈക്കോളജിക്കൽ ഹൊറർ കോമഡി ഹോളിവുഡ് സിനിമയാണ് ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ്. സിനിമ നാളെ ഒക്ടോബർ 4 തീയതി ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സൈക്കോളജിക്കൽ സ്പാനിഷ് ഹൊറർ സിനിമയാണ് ദ പ്ലാറ്റ്ഫോം 2. ഈ സിനിമയും നാളെ ഒക്ടോബർ 4 തീയതി ഉച്ചയ്ക്ക് 1:30 സ്പാനിഷ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. സതീഷ് കോമഡി ക്രൈം ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ട്രബിൾ. ഈ സിനിമ ഇന്ന് സതീഷ് ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കോമഡി സീരീസ് ആയ ഹെർട്ട് സ്റ്റോപ്പർ എന്ന സീരീസിന്റെ 3ാമത്തെ സീസന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മെക്സിക്കൻ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമയാണ് എൽ ഡാറിയോ ദ ഡയറി എന്നും കൂടെ സിനിമയ്ക്ക് പേരുണ്ട്. സ്പാനിഷ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നാളെ ഒക്ടോബർ 4 തീയതി ആമസോൺ പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യും. ഹോളിവുഡ് സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഹൗസ് ഓഫ് സ്പോയിൽസ്. സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോൾഡ് യുവർ ബ്രീത്ത് എന്ന ഹോളിവുഡ് ഹൊറർ ഡ്രാമ സിനിമ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സെലംസ് ലോട്ട് എന്ന ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയും ഇന്ന് ഒക്ടോബർ 3 തീയതി HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ദ റാഡ്ലീസ് എന്ന കോമഡി ഹൊറർ ഹോളിവുഡ് സിനിമയും തിങ്സ് വിൽ ബി ഡിഫറന്റ് എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ സിനിമയും ലവ് ബൈറ്റ്സ് എന്ന ഹോളിവുഡ് ഹൊറർ സിനിമയും നാളെ ഒക്ടോബർ 4 തീയതി രാവിലെ 9:30 ഓവർസീസിൽ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡ് സസ്പെൻസ് മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് സ്ട്രേഞ്ച് ഡാർലിംഗ്. ഈ സിനിമ ഈ ഒക്ടോബർ 1 തീയതി ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച സ്പീക്ക് നോ ഇവിൽ എന്ന ഇംഗ്ലീഷ് ഹൊറർ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ദ കേസ് ഓഫ് ദ നെക്ലസ് എന്ന ഇംഗ്ലീഷ് ഹൊറർ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സ്പിൻ ദ ബോട്ടിൽ എന്ന അമേരിക്കൻ ഹൊറർ സിനിമയും ടേക്ക് കവർ എന്ന ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയും നാളെ ഒക്ടോബർ 4 തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ഡിജിറ്റൽ റിലീസ് ചെയ്യുന്നതാണ്. ഫൗണ്ട് എന്ന ഇംഗ്ലീഷ് ക്രൈം മിസ്റ്ററി ഡ്രാമ സീരീസിന്റെ 2ാമത്തെ സീസന്റെ ആദ്യ എപ്പിസോഡ് നാളെ മുതൽ ഒക്ടോബർ 4 തീയതി പീകോക്കിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തു തുടങ്ങുന്നതാണ്. ശേഷം സിനിമ ജിയോ സിനിമാസിലും OTT റിലീസ് ചെയ്യും. ലോ ആൻഡ് ഓർഡർ സ്പെഷ്യൽ വിക്ടിംസ് യൂണിറ്റ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ക്രൈം ഡ്രാമ സീരീസിന്റെ 26ാമത്തെ സീസൺ നാളെ ഒക്ടോബർ 4 തീയതി പീകോക്കിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തു തുടങ്ങുന്നതാണ്. ഈ സീരീസും ശേഷം ജിയോ സിനിമാസിൽ ലഭ്യമാകുന്നതാണ്. ഈ വർഷം റിലീസ് ചെയ്ത ഫ്രഞ്ച് കോമഡി ഡ്രാമ സിനിമയാണ് സ്ട്രൈക്കിംഗ് ദ പാലസ്. സിനിമ നാളെ ഒക്ടോബർ 4 തീയതി VR OTTയിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഫ്രഞ്ച് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ക്ലൗഡി മൗണ്ടെയിൻ എന്ന ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ ഡിസാസ്റ്റർ സിനിമയും നോറിയാങ് ഡെഡ്ലി സീ എന്ന ഹിസ്റ്റോറിക്കൽ വാർ ആക്ഷൻ ത്രില്ലർ കൊറിയൻ സിനിമയും ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2019 ഇറങ്ങിയ ക്രേസി റൊമാൻസ് എന്ന കൊറിയൻ റൊമാന്റിക് ഡ്രാമ സിനിമയും ലവ്
ലവ് എൻഡേഴ്സ് എന്ന ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമ സീരീസും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MX പ്ലേയിലൂടെയും തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നോ ഗെയിൻ നോ ലവ് എന്ന കൊറിയൻ സീരീസിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന സീരീസാണ് സ്പൈസ് അപ്പ് അവർ ലവ്. ഈ റൊമാൻറ്റിക് കോമഡി ഫാന്റസി സീരീസ് ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.